അഞ്ചരക്കണ്ടി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം.കെ. റാമിനെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എം.കെ. റാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എം.കെ. റാമിന്റെ നമ്മുടെ കൈവശമുള്ള ചിത്രങ്ങളിലേതുപോലെയുള്ള രൂപമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. താടി വളർത്തിയാണ് ഡോക്ടർ എം.കെ. റാം ഒളിവിൽ കഴിഞ്ഞിരുന്നത്, കുടകിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് നിതിൻ രാജ മരിച്ചിട്ട് 100 ദിവസം തികയുന്ന ദിവസമാണ്. 100ാം ദിവസമാണ് എം.കെ. റാം അറസ്റ്റിലാകുന്നത്. എം.കെ. റാമിനെതിരെ കേസെടുത്തതിന് ശേഷം ഏകപ്രതിയാണ് എം.കെ. റാം. ഈ കേസിൽ എം.കെ. റാമിനെതിരെ കേസെടുത്തതിന് ശേഷം അദ്ദേഹം ഒളിവിലായിരുന്നു. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് കുടകിൽ നിന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് ഡോക്ടർ എം.കെ. റാമിനെ വാഹനത്തിലേക്ക് പോലീസ് കടത്തിയിരിക്കുന്നത്. കർണാടകയിലെ കുടകിൽ നിന്നാണ് എം.കെ. റാമിനെ കസ്റ്റഡിയിലെടുത്തത്. 3 പേരുടെ സഹായം ഒളിവിൽ കഴിയാൻ ഡോക്ടർ എം.കെ. റാമിന് കിട്ടിയിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിക്കാതെയാണ് കുടകിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോവുകയും ചെയ്തിരുന്നു. മനുഷ്യത്വരഹിതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഡോക്ടർ എം.കെ. റാമിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എം.കെ. റാമിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി എം.കെ. റാമിനെ കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ്. അതിനുശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നിതിൻ രാജിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരുന്നു. അവരുൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത് നിതിൻ രാജിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാമിനെ പ്രതി ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റും മറ്റു നടപടികളുമൊക്കെ പോലീസ് സ്വീകരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തുനിന്നും ചില കാര്യങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കൃത്യമായ തെളിവ് റാമിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി റാമിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ സൂചിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഡോക്ടർ റാമിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പുറത്തിറക്കിയിരിക്കുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ റാമിനെ കൊണ്ടുപോവുകയും ചെയ്യും.